ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു 10 വരിക്ക ചക്കപ്പഴം മതി. 10 ചുളയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അടുത്തതായി ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ആദ്യം 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ഉരുക്കിയെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പാലിലേക്ക് വെച്ച് ഇളക്കി കൊടുക്കുക. തനിയെ മെൽറ്റായി വരും. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. പഞ്ചസാര ഉരുക്കി നല്ല ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി. നമ്മുടെ പഞ്ചസാര കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാൻ വേണ്ടി ഇരിക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര എടുത്ത് അതിലേക്ക് 3 ഗ്രാമ്പു കൂടി ഇട്ട് ഇത് നന്നായി പൊടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കണം. പഞ്ചസാരയും ഗ്രാമ്പും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറില് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി അടിച്ചെടുക്കുക. മുട്ട ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് അടിച്ചെടുക്കാം. നെയ്യ് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം വേണം എടുക്കാൻ. ഇപ്പം നെയ്യും മുട്ടയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂവും പഞ്ചസാരയുടെ പൊടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇനി നമുക്ക് കാരമലൈസ്ഡ് ചെയ്ത പഞ്ചസാര ലായനിയും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. വരിക്ക ചക്കപ്പഴം 10 ചുളയാണ് ഞാൻ ചക്കപ്പഴം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇതിനെ ചെറുതായി എരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കും. വരിക്ക ചക്കപ്പഴം നല്ല പേസ്റ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് നമ്മുടെ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പൊടികളുടെ ഒന്നുകൂടെ അടിച്ചെടുക്കും. കേക്ക് ഉണ്ടാക്കാൻ 1 കപ്പ് ഗോതമ്പ് പൊടി, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് എടുക്കാം. അതുപോലെ നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം.
നമ്മുടെ കേക്ക് ടിന്ന് ഞാൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കേക്ക് ടിന്നൊന്ന് ചെറുതായി ടാപ്പ് ചെയ്തെടുക്കുക. അതിൽ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ കേക്ക് ടിന്ന് 30 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ഒരു സ്റ്റീമറിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ കുക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തയ്യാറാക്കിയ ചക്കപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.